ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നമുക്ക് കുറച്ച് തൊഴിലാളികളെ ആവശ്യമുണ്ട് ജോലി ചെയ്യാനായിട്ട്. റൂഫിങ്, ഗേറ്റ്, ഗ്രില്ല്, ഹാൻഡ് റെയിൽ, അങ്ങനെ ഇരുമ്പിൻ്റെ GP പൈപ്പ്, GI പൈപ്പ് സംബന്ധിച്ചുള്ള വർക്കുകൾ, അങ്ങനെ സിമ്പിൾ പരിപാടികളെല്ലാം. അപ്പം ഇത് ചെയ്യാണ്ട് നമുക്ക് എത്ര ജോലിക്കാരാണെങ്കിലും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. വലിയ തലപുകയുന്ന കണ്ടീഷൻസ് ഒന്നുമല്ല. പിടിച്ചോ. അപ്പം വലിയ തലപുകയുന്ന കണ്ടീഷനൊന്നുമല്ല. നമുക്ക് താമസ സൗകര്യം ഇല്ല, ആദ്യമേ പറയുകയാണ്. കാര്യം കോട്ടയത്താണ് നമ്മുടെ സ്ഥാപനം, കോട്ടയം പുതുപ്പള്ളിയിലാണ്. അപ്പോൾ പുതുപ്പള്ളിയിൽ നിന്നാണ് നമുക്ക് ഓരോ സൈറ്റിലൊക്കെ പോകുന്നത്. അപ്പം നമുക്ക് താമസ സൗകര്യം ഇല്ല. പിന്നെ നമുക്കിപ്പം താമസം ഇല്ലാത്തതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇതിനൊക്കെ കാരണം നമ്മുടെ ജീവിതത്തിൽ പഠിച്ച ചില പാഠങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് താമസ സൗകര്യം ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ ധാരാളം ജോലിക്കാർക്ക് താമസ സൗകര്യം, വീടും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ്. വാഹന സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് ധാരാളം മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ നല്ല അനുഭവങ്ങൾ തന്നിട്ടുണ്ടില്ല എന്നല്ല. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ താമസ സൗകര്യം ഇല്ല എന്ന് പറയുന്ന കാര്യം. ഈ വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പണി അറിയാവുന്ന ആളെ ആവശ്യമുണ്ട്. ഇതിൻ്റെ പണി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, വെൽഡറെ ആവശ്യമുണ്ട്. നമുക്ക് വെൽഡിങ് മാത്രം അറിഞ്ഞ ആളുകളെ നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ട. നമുക്ക് ഈ ധാരാളം ആളുകൾ വെൽഡിങ് മാത്രം അറിയാമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അതൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കട്ടിങ് അറിയത്തില്ലായിരിക്കും. വെൽഡിങ് ഹെവി വെൽഡിങ് ആയിരിക്കും അവർക്ക്. ഹെവി വെൽഡിങ് അല്ല, നമുക്ക് 16 ഗേജിൻ്റെയും ഒക്കെ ട്യൂബിൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തുള്ള വെൽഡിങ്ങാണ് നമുക്ക് ആവശ്യം. പിന്നെ മെയിനായിട്ട് ഒരു താമസ സൗകര്യം ഇല്ല. നമുക്കിപ്പോൾ നിലവിൽ വർക്ക് നടക്കുന്നത് കോട്ടയം ജില്ലകളിലും പിന്നെ ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, കരകച്ചാൽ, കുമരകം, ഏറ്റുമാനൂർ, അടിച്ചിറ, മണർകാട്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് നമുക്ക് വർക്ക് നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ തന്നെ 2-3 വർക്ക് നടക്കുന്നുണ്ട്. അപ്പം അറ്റ് ടൈമിൽ നമുക്ക് 7-8 സൈറ്റുകൾ റണ്ണിങ് ആണ്. അപ്പം നമുക്ക് ജോലിക്കാരെ അത്യാവശ്യമാണ്. മാന്യമായിട്ടുള്ള ശമ്പളം കൊടുക്കാം. മാന്യമായിട്ടുള്ള ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു ഫാബ്രിക്കേറ്റർക്ക് ഡെയിലി 26 ദിവസം പണിയുണ്ട്. അല്ല, ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണിക്ക് വിളിക്കാമെന്ന് പറയുന്ന കോൺസെപ്റ്റില്ല. പിന്നെ ഒരു മെയിൻ കാര്യം, നമ്മൾ സബ് വർക്ക് കൊടുക്കുന്നില്ല. ഈ സബ് വർക്ക് കൊടുക്കാത്തതിൻ്റെ കാരണവും അതിനകത്ത് എനിക്ക് വന്ന ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ്. ഒരു വ്യക്തിക്ക് ഞാൻ വർക്ക് കൊടുക്കുകയും അതിൽ നിന്ന് എനിക്ക് വളരെ മോശം അനുഭവം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ സബ് വർക്ക് കൊടുക്കുന്നില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പം സബ് വർക്കില്ല, താമസസൗകര്യം ഇല്ല. കോട്ടയം പരിസര പ്രദേശത്തുള്ളവർക്ക് മുൻഗണന, ഈ പറഞ്ഞ സൈറ്റുകളിലോട്ടുള്ളവർക്ക് മുൻഗണന. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് നമുക്ക് ഫാബ്രിക്കേറ്ററാണ് വേണ്ടത്. ഹെൽപ്പർമാർ ധാരാളം വിളിക്കുന്നുണ്ട്. ഹെൽപ്പർമാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം ധാരാളം ഹെൽപ്പർമാർ ഇപ്പം നിലവിലുണ്ട്. നിലവിൽ 20-ന് മുകളിൽ ജോലിക്കാരുള്ള ഒരു വർക്ക്ഷോപ്പാണ് നമ്മുടെ. അപ്പം ജോലിക്കാരെ ആവശ്യമുണ്ട്. വീഡിയോ നോട്ട് ചെയ്യണം, താഴെ നമ്പറിട്ട് കോൺടാക്ട് ചെയ്യണം. വീഡിയോ കണ്ട സന്തോഷം. താങ്ക് യു.